ഇടുക്കി ചൊക്രമുടി ഭൂമി കയ്യേറ്റത്തിന് വ്യാജരേഖ ചമയ്ക്കാൻ റവന്യൂ മന്ത്രി കെ രാജനും CPI ജില്ലാ സെക്രട്ടറി കെ സലീംകുമാറും കൂട്ടുനിന്നു എന്ന ആരോപണം. CPI ബൈസൺ വാലി മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MR രാമകൃഷ്ണനാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. വ്യാജ ആരോപണമെന്നാണ് CPI ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. റെഡ് സോണിൽപ്പെടുന്ന ചൊക്രമുടിയിൽ അനധികൃത നിർമ്മാണം നടത്തുന്നുവെന്ന പരാതിയിൽ അടിയന്തര നടപടിക്ക് റവന്യൂ മന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉത്തരവിട്ടിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ഇതിന് പിന്നാലെയാണ് കയ്യേറ്റത്തിന് കൂട്ടുനിന്നത് റവന്യൂ മന്ത്രി കെ രാജനും CPI ജില്ലാ സെക്രട്ടറി കെ സലീംകുമാറുമാണെന്ന ആരോപണമുയർന്നത്. ആരോപണം ഉന്നയിക്കുന്ന CPI നേതാവ് രാമകൃഷ്ണൻ ചൊക്രമുടിയിലെ 12 ഏക്കർ കൈവശഭൂമി സിബി ജോസഫ് എന്ന വ്യക്തിക്ക് കൈമാറിയിരുന്നു. 7 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഭൂമിയിൽ വ്യാജപട്ടയമുണ്ടാക്കി നിരാക്ഷേപ പത്രം വാങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് രാമകൃഷ്ണൻ പറയുന്നത്. ഈ രേഖ പരിശോധിച്ചാൽ ആർക്കെങ്കിലും ഈ ഒപ്പിനെ സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ ഇത് എഴുതി തന്നയാളെന്ന് പറയുന്ന ചിന്നക്കനാൽ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റാണ്, റവന്യൂ മന്ത്രി കെ രാജനാണ്. അദ്ദേഹം അടക്കം അയാളെ സഹായിക്കാനുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട് എന്നാണ് അയാൾ പറഞ്ഞത്. ദേവികുളം താലൂക്കിലെ ഉദ്യോഗസ്ഥന്മാർ അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. രാമകൃഷ്ണന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് സിബി ജോസഫ് തന്നെ പ്രതികരിച്ചു. സ്ഥലം റെഡ് സോണിലാണ്. റെഡ് സോണിൽ നിർമ്മാണ പ്രവർത്തനം അനുവദിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി, നമ്മുടെ ജില്ലാ കളക്ടറും ഒക്കെ പുറപ്പെടുവിച്ച ഉത്തരവുകളുണ്ട്. 11/6/2024 റെഡ് സോണിൽ 150 ചതുരശ്ര 150 m² ബിൽഡിംഗ് പണിയാനുള്ള അനുവദിച്ചിട്ടുണ്ട്. അത് പ്രകാരമാണ് നമുക്ക് NOC ലഭിച്ചിരിക്കുന്നത്. കെട്ടിടം പണിയാൻ ഞങ്ങൾ തുടങ്ങുന്നത്. വ്യാജ ആരോപണമെന്ന നിലപാടിലാണ് CPI ജില്ലാ നേതൃത്വവും. ഇടുക്കി ജില്ലയിലെ CPI വിഭാഗീയതയും ആരോപണമുയർന്നതിന് പിന്നിലുണ്ട്. CPIയുടെ കർഷക സംഘടനയായ കിസാൻ സഭയും റവന്യൂ വകുപ്പിനെതിരെ പരോക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. 24 ഇടുക്കി.